തീരാത്ത ചിത്രങ്ങൾ നോക്കട്ടെ ഇതെന്റെ ചിത്രം ഇതാ അടിപൊളിയാണല്ലോ. നോക്കട്ടെ നിങ്ങളെ ചിത്രം നോക്കട്ടെ. ഇതല്ലേ ഇത് വയലിൻ വായിക്കുന്നത് നിങ്ങൾ പറഞ്ഞ? അല്ല, ഇത് ഞാനാണ്. ഇത് ചിത്രം ബാക്കിലുള്ളത്. ശരി, വരക്കാൻ ഭയങ്കര പണിയാണ്. പണിയുണ്ട്. ഇത് പക്ഷെ ഔട്ട്ലൈൻ ഇട്ടിട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ സ്വന്തം കൈ ഔട്ട്ലൈൻ ഇട്ട് ചെയ്തതാണ്. സ്വന്തം കൈ കൊണ്ട് വരച്ചത് കുറേ ഉണ്ട്. ഇത് വലിയ പണിയാണ്. ആമിക്കണ്ണേ ഈടെ നോക്ക് കുഞ്ഞേ, പൊന്നാമ്മിണി ഒന്ന് നോക്ക്. ഇവിടെ മമ്മേനെ നോക്ക് ഒരിക്കൽ പ്ലീസ്. ഭയങ്കര ഇങ്ങനത്തെ വരക്കണം. ഡൂഡിലാത്ത് ഇതാ എന്താ എനിക്കിഷ്ടം. നോക്ക്, റൗണ്ട് വരക്ക, റൗണ്ട് വരക്ക, റൗണ്ട് വരക്ക, റൗണ്ട് വരക്ക, റൗണ്ട് വരക്ക, വരക്ക. ഞാൻ എനിക്ക് അയച്ചാൽ ഓരോ ചിത്രം ഇനി അതുപോലെ വരച്ചോ. എൻ്റെ കണ്ണനെ കണ്ടിരാ? രാവിലെ ഓട്ടോറിക്ഷ നോക്ക്. ഞാൻ കണ്ടു ഓട്ടോറിക്ഷയില് കണ്ണന്റെ പാട്ട് പഠിച്ചു. എന്തോ ഒരു സുഖാന്ന്. രാവിലെ രാമായണം അവതാരമായ അനന്തശായി കൃഷ്ണന്റെ അവതാരമായ പാട്ടാ നിങ്ങൾക്ക്? ഇല്ല, രാവിലെ ഇത് വെക്കല്ലേ രാമായണം? വായിക്കലുണ്ട്, വെക്കലുണ്ട്. അതല്ലേ എൻ്റെ ഊർജം മിസ്സേ. ഞാൻ അങ്ങനെല്ലാം പാടിയിട്ട് ഇതാക്കുന്ന എനിക്ക് ഉണർവ് ഉന്മേഷവും തോന്നി. ഇത് വരാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഇതെല്ലാം ഞാൻ വരക്കാൻ വേണ്ടി. ഇനിയുണ്ടോ വേറെ പെൻസിൽ ഉണ്ടോ? പെൻസിൽ ഇഷ്ടം പോലെ വരച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാ. ഇതെല്ലാം ഇങ്ങനെയല്ലേ നമുക്ക് പഠിപ്പിക്കുക. ഡ്രോയിങ് മിസ് എന്താ വരച്ചിരുന്നു? ഓള് വരച്ചേരിതാ. നോക്കട്ടെ. പീക്കോവാ? പീക്കോക്കന്നെ കൂട്ടിന്റെ പീക്കൊക്കെ നല്ല രസം. ഇതാ നല്ല ഭംഗിയുണ്ട് കാല്. നോക്കട്ടെ പീക്കോക്ക്. ഇനി അതിന്റെ മുകളിൽ ഊട്ട വരച്ചു. പീക്കോക്ക് എന്തി നോക്കുന്നീ എന്നാലും അത് വരക്കാം. ഓള് വരക്കുന്ന മുകളിലൂട്ട ഇങ്ങനെ വരപ്പിക്കണം. ചിത്രം വരച്ചു കൊടുത്തിട്ട് ലൈറ്റായിട്ടുള്ള പ്രിന്റ് എടുപ്പിക്കുക. എന്നിട്ട് അത് അതിൻ്റെ മുകളിൽ വരച്ചിട്ട് ചെയ്യിക്കുക. എൻ്റെ മോനെന്താ വരക്കുക? മോന് വെറും വണ്ടി നല്ലോണം വരക്കാൻ അറിയാം. വണ്ടി എനക്ക് വണ്ടി വരക്കാൻ പെയിന്റെല്ലാം ഇട്ടിട്ട് വരഞ്ഞ തന്നെ ആരും തൊട്ടിട്ടില്ല. എത്ര വയസ്സായി? 8. ഓന് 8 മറ്റേ 9. ഓക്കെ. എൻ്റെ ആമിയോ ഇനി ഇങ്ങനെ വരക്കും അല്ലേ? ആമി ഡാൻസിങ് ഈ ഭാഗന വരക്കാൻ കണ്ണന കണ്ണനെ വരക്കാൻ കഴിയും. കണ്ണൻ അല്ല കണ്ണനെ നോക്കി വരക്ക്. ഇതാ കണ്ണൻ ഇങ്ങനെ വരച്ച് കണ്ണൻ്റെ കൈ ഇങ്ങനെ വന്ന് എന്താ അമ്മമ്മേനെ വരക്കും. അല്ല, ഓള് അമ്മമ്മേനെ വരക്ക എങ്ങനെയാ അറിയാം? ഒരു ഫ്രോക്ക് ഇട്ടിട്ട് അതിനെ വരച്ചുകൊണ്ടിരിക്കണം. കടലാസ് കൊടുത്തോ. ഞാനങ്ങനെ പിള്ളേർക്ക് കളറിൽ വെക്കുമ്പോൾ വരച്ചാൽ എന്തെല്ലോ പറയും. ഞാൻ പറയും ഫോൺ എടുക്കാണ്ട് കൈതേ കഴിയുള്ളൂ. കളർ അങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിനെ കൊണ്ടുള്ള കളി കളിക്കും. ചായ കുടിക്കുക. അവൻ്റെ കൃഷ്ണൻ ആനക്ക് എന്ത് കുടിക്കും, എന്ത് കുടിക്കും. അല്ല ഓണകൃഷ്ണൻ നല്ല ഉണ്ട് കേട്ടോ. ആരാ കൃഷ്ണ? ഓള് മയിൽപ്പീലിട്ട് വരക്കുന്ന മയിൽപ്പീലി കണ്ണനാ? രാധക്കണ്ണൻ, രാധാശ്യാം. ക്ലാസ്സിൽ എടുക്കാൻ കുട്ടികളെ കിട്ടിയെങ്കിലും വരക്കാൻ കഴിയും. ഇതാ ദേവു, ഇതാ അർച്ചന, ദേവുവിൻ്റെ ഇതാ ഫാദേഴ്സ് ലവ്. ഫാദറിന് ഇഷ്ടം പോലെ ജോലിയുണ്ട്. ഇതാ ബോസ് കൊടുത്ത ജോലി, ബോസ്. എന്നിട്ടും അതിലൂടെ സ്നേഹിക്കുകയാണ് കുട്ടീനെ സ്നേഹിക്കുന്നത്. ഫാദേഴ്സ് ലവ് എന്നാ കൊടുക്കുന്നത്? ബോസിന്റെ അടിക്കുന്ന ഇഷ്ടം പോലെ പണിയുണ്ട്. ഓ പണി ബാക്കിലും പണിയല്ലേ?
ലോഡ് ലോഡ് എന്നിട്ടും മോളെ ബോസ് കലമ്പുന്ന പോലെ നിൽക്കുന്നുണ്ട്, വഴക്ക് പറയുന്ന അതിന്റെ ഇടക്കും സ്നേഹിക്കുന്നുണ്ട് ഉപ്പ എന്നുള്ളതാണ്. നല്ല ഇതാണ്, അതാ പറയുന്നത് ഇവിടെ നല്ല തീം അല്ലേ. വയസ്സിന്റെ ഇടയ്ക്കല് ഈ വയസ്സിനൊക്കെ 100 ചിത്രത്തി കുട്ടി വരച്ച് എല്ലാവരും ബോഡിയെല്ലാം ഷേപ്പ് വരക്കുന്നതാണ് അർച്ചന. ബോഡി ഷേപ്പ് ഇങ്ങനെയുണ്ടോ, കാല് ഷൂണ്ടോ, സൂചിച്ചിട്ടുണ്ടോ, അങ്ങനെയല്ലോ. ആ ഇത് ഇവിടെ കണ്ണനെ നോക്കിയാണ്ട് എന്ത് രസാ. ഇതാ നോക്കറോ മോളെ കണ്ണനാണ്. സ്കൂൾ കണ്ണൻ, സ്കൂൾ ബോയ് കണ്ണനൊരു കാതിലുണ്ട്. കണ്ണൻ സ്കൂളിൽ പോകുന്ന കണ്ണിനൊരു കാതില ഞാൻ കാണുന്നില്ല. കണ്ണനെ ഒന്നും എടുക്കട്ടെ, കാണുന്നില്ല. കണ്ണൻ ഹാബിന്റെ കണ്ണൻ. കണ്ണിന് കുണ്ടലം വേണ്ടേ? കാതില് കുണ്ടലം. കണ്ണനിൽ മുണ്ട കൊടുത്തേ, ഇങ്ങനെ കുണ്ടലം വേണ്ടേ? കണ്ണൻ കോമ്പൽസിറ്റോ കൊടുക്കുക. ഒന്ന് കോമ്പൽസ് ഉടുപ്പിച്ച് കാണിച്ചു കൊടുക്കും മിസ്. മുണ്ട് മാറ്റിയിട്ട് ഇപ്പം ദേവുവിന്റെ കളി പോലെയാണ്. ദേവു അങ്ങനെയാണ്. ഇതാ ഇതല്ല എന്നുള്ള ചിത്രം. ഇത് ആർക്കങ്ങ് മനസ്സിലാവും. ഓക്കെ മനസ്സിലാവും. എന്ത് ഐ ആം പ്രഗ്നന്റ്. നോക്കട്ടെ, നമുക്കൊന്നും മനസ്സിലായില്ല. നല്ല ഭംഗി, നല്ല ഇതുണ്ട് കേട്ടോ. അതുണ്ട് എന്നാ ചെയ്യാൻ നമ്മളൊന്നും പറഞ്ഞ കേൾക്കൂല. ഓള് ഇഷ്ടമാണ്. ഐ ആം പ്രഗ്നന്റ്. എടുത്തു പ്രഗ്നന്റ് ആയിട്ട് അമ്മ ഇതായിരിക്കും വയറ് കാണുന്നു. എന്നിട്ട് പിന്നെ ഒന്നും അറിയുന്നില്ല.